കഴിഞ്ഞ വർഷം ആരും അറിയാതെ റിലീസായി സീനുകൾ പലതും തലയും വാലും ഇല്ലാതെ വെട്ടിയൊട്ടിച്ച് ഇന്റർനെറ്റിൽ ട്രോളുകൾ വാരിക്കൂട്ടിയ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ വലിയ ഫ്ലോപ്പുകളിലൊന്നായ ഒരു സിനിമയുണ്ടായിരുന്നു. അർജുൻ കപൂർ, ഭൂമി പേഡ്നേക്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദ ലേഡി കില്ലർ. ഈ സിനിമ എന്തിന് ധൃതി പിടിച്ച് നിർമ്മാതാക്കൾ തിയേറ്ററിൽ ഇറക്കി എന്ന ചോദ്യത്തിന് കിട്ടിയ ഉത്തരം OTT ഡീലായിരുന്നു. അതായത് സിനിമ റിലീസ് ചെയ്ത് ഇത്ര ദിവസം കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ വരും എന്ന രീതിയിലായിരുന്നു കോൺട്രാക്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിന്നും കിട്ടാനുള്ള പൈസ ലഭിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയോ എടുത്ത സീനുകൾ തുന്നിക്കെട്ടി ഒരു പ്രമോഷനും ഇല്ലാതെ സിനിമ ഇറക്കി. 45 കോടിയോളം രൂപ ചെലവായ പടത്തിന്റെ ഫൈനൽ കളക്ഷൻ 1 ലക്ഷം രൂപയ്ക്കും താഴെയായിരുന്നു എന്നാണ് കേട്ടത്. ഉഡായിപ്പ് മനസ്സിലാക്കിയ നെറ്റ്ഫ്ലിക്സ് കരാറിൽ നിന്നും പിന്മാറിയതോടെ പടം യൂട്യൂബിൽ ഇറക്കേണ്ടി വന്നു. ഇത്രയും പറഞ്ഞു വന്നത് സിനിമകളുടെ തിയേറ്റർ റിലീസ് എന്ന് വേണം എന്ന് തീരുമാനിക്കുന്നതിൽ ഇന്ന് OTT പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ പങ്കുണ്ട്. പല ഇടത്തരം സിനിമകളും ഇന്ന് റിലീസ് ചെയ്യുന്നത് OTTക്കാർ പറയുന്ന ഡേറ്റിൽ ആ സിനിമ സ്ട്രീം ചെയ്യാൻ പാകത്തിനാണ്. ലബ്ബർ പന്ത് എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ഭരദ്വാജ് രംഗൻ ആ സിനിമയുടെ നിർമ്മാതാവായ S ലക്ഷ്മൺ കുമാറുമായി നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2024 മാർച്ചിൽ ഷൂട്ട് കഴിഞ്ഞ് സെൻസർ ചെയ്ത സിനിമ റിലീസ് ചെയ്യാൻ സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ടി വന്നതിന് കാരണം അവരുടെ സ്ട്രീമിംഗ് പാർട്ട്ണർ ആയിട്ടുള്ള ഹോട്ട്സ്റ്റാർ പറഞ്ഞു അവർക്കിനി ഈ പടം സ്ട്രീം ചെയ്യാൻ സ്ലോട്ട് ഒക്ടോബറിലേ ഉള്ളൂ എന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമയിലെ ചൂടേറിയ ചർച്ച തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തുടരും എന്ന സിനിമയുടെ റിലീസ് മാറ്റിവെക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 2024 നവംബർ 28-ന് ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിൽ മോഹൻലാൽസ് അപ്കമിംഗ് മൂവീസ് എന്ന വീഡിയോയിൽ തുടരും എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് ജനുവരി 30 ആണെന്ന് പറഞ്ഞിരുന്നു. രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച സിനിമയുടെ വിതരണം ആശീർവാദ് ആയിരുന്നു നടത്തുന്നത്. ജനുവരി 23-ന് മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സും 30-ന് മോഹൻലാൽ ചിത്രമായ തുടരും വരുന്നതിന്റെ ആവേശത്തിൽ സിനിമാലോകം കാത്തിരിക്കെയാണ് ഫെബ്രുവരി 6-ന് റിലീസ് ചെയ്യാനിരുന്ന ബേസിൽ ജോസഫ് സിനിമയായ പൊന്മാൻ പ്രീപോൺ ചെയ്ത് ജനുവരി 30-ന് വരുന്നു എന്ന അപ്ഡേറ്റ് വന്നത്. സ്വാഭാവികമായും തുടരും എന്ന സിനിമയുടെ റിലീസിനെ കുറിച്ച് ആശങ്കകൾ ഉയർന്നു വന്നു. തുടരും 30-ന് ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് വന്നതോടെ സിനിമ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ഇറക്കാനും അറിയണം എന്ന രീതിയിൽ വിമർശനങ്ങൾ സംവിധായകനായ തരുൺ മൂർത്തി നേരിട്ടു. ഒടുക്കം അദ്ദേഹത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ഒരു വോയിസ് ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അതിൽ നിന്നും വായിച്ചെടുക്കാവുന്ന കാര്യം സിനിമയുടെ OTT ബിസിനസ് ഡീൽ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള പ്രതിസന്ധികളുടെ ഒക്കെ തുടക്കം സത്യം പറഞ്ഞാൽ കോവിഡ് കാലത്താണ് ആരംഭിക്കുന്നത്. ആളുകൾ OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് നീങ്ങിയതോടെ കോവിഡിന് മുന്നേ ചിത്രീകരിച്ച പല സിനിമകളും നല്ല വിലയ്ക്ക് OTT പ്ലാറ്റ്ഫോമുകൾ വാങ്ങി തുടങ്ങി. ബ്രോഡാഡി, ജോജി, ഇരുൾ പോലെയുള്ള സിനിമകൾ OTTക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുകയും തിയേറ്ററിൽ ഇറക്കാമെന്ന് പ്രതീക്ഷിച്ച് ചെയ്ത ദൃശ്യം 2 അടക്കമുള്ള സിനിമകൾ OTTയിൽ വരികയും ചെയ്തു. OTT പ്ലാറ്റ്ഫോമുകൾക്ക് എല്ലാ ആഴ്ചയും അവരുടെ സബ്സ്ക്രൈബേഴ്സിന് കോണ്ടന്റ് കൊടുക്കേണ്ടതുകൊണ്ട് സിനിമകൾ എന്തായാലും വിറ്റുപോകും എന്ന ധാരണയിൽ ഒരുപാട് ചെറിയ പടങ്ങൾ അണിയറയിൽ ഒരുങ്ങി. 2021 ഒരർത്ഥത്തിൽ ഇങ്ങനെ OTT മാർക്കറ്റ് കണ്ട് ഡിസൈൻ ചെയ്ത സിനിമകളുടെ കാലമായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയ ഏറെക്കുറെ എല്ലാ സിനിമകൾക്കും പ്രീ റിലീസ് ബിസിനസ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിനാൽ നിർമ്മാതാക്കൾക്കെല്ലാം ഏറെക്കുറെ ലാഭം ഉണ്ടാക്കാൻ പറ്റി. എന്നാൽ OTT പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ചിടത്തോളം ആ വർഷം തിരിച്ചറിവിന്റെ വർഷമായിരുന്നു. മലയാളത്തിൽ അവർ സിനിമകൾ വാങ്ങാൻ വേണ്ടി മുടക്കുന്ന പൈസയുടെ അത്രയൊന്നും സബ്സ്ക്രിപ്ഷൻ അവർക്ക് പ്രതിമാസം വരുമാനമായി ലഭിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതോടുകൂടി നേരെ OTTയിൽ ഇറക്കാമെന്ന് കരുതി ഉണ്ടാക്കിയ സിനിമകളോടൊക്കെ തിയേറ്ററിൽ ഇറക്കിയിട്ട് വരൂ, അതിനുശേഷം ഞങ്ങൾ എടുത്തോളാം എന്ന രീതിയിൽ അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും OTT വരുമാനം ആ ഒരു കാരണത്താൽ ഒരു പരിധിവരെ കുറഞ്ഞു. എത്ര പേർക്ക് ഓർമ്മയുണ്ടാകുമെന്നറിയില്ല, 2022 ഓണത്തിന് പ്രധാന താരങ്ങൾ ആരുടെയും തന്നെ സിനിമകൾ ഉണ്ടായിരുന്നില്ല. കാരണം അന്വേഷിച്ചു പോയപ്പോൾ ബിസിനസ് നടന്നില്ല എന്നാണ് കേട്ടത്. ഇതേ കാരണം തന്നെ 2023 പെരുന്നാൾ റിലീസുകളിലും സംഭവിച്ചു. 2023 ആയപ്പോഴേക്കും OTT പ്ലാറ്റ്ഫോമുകൾ അവരുടെ നിലപാട് കടുപ്പിച്ചു തുടങ്ങിയിരുന്നു. പ്രീ റിലീസ് ബിസിനസ് നടക്കാതെ സിനിമകൾ ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് ഭൂരിഭാഗം സിനിമകളും പോയി തുടങ്ങി. 2023 ഓണത്തിന് റിലീസായ നിവിൻ പോളിയുടെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ ഇന്നും OTTയിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ദിലീപിനെ നായകനാക്കി വന്ന ബിഗ് ബജറ്റ് ചിത്രം ബാന്ദ്ര 1 വർഷം കഴിഞ്ഞാണ് OTTയിൽ വന്നത്. എന്തും ഉണ്ടാക്കി വെക്കാം, OTT വന്ന് കൊണ്ടുപോയിക്കോളും എന്ന അവസ്ഥ അവസാനിച്ചെന്ന് മലയാള സിനിമയ്ക്ക് 2023 ഏതാണ്ട് മനസ്സിലായിരുന്നു. ഒരർത്ഥത്തിൽ 2024 മലയാള സിനിമയുടെ വർഷമായത് ഈ ഒരു ഉർവശി ശാപം കൊണ്ടാണ്. തിയേറ്ററിൽ ഇറക്കിയാലല്ല, ഓടിയാൽ മാത്രമേ OTT പ്ലാറ്റ്ഫോമുകൾ പൈസ തരൂ എന്ന യാഥാർത്ഥ്യം സിനിമാക്കാരുടെ തലയിലേക്ക് കയറുകയും തിയേറ്റർ വിജയം ലക്ഷ്യമാക്കി സിനിമകൾ ഒരുക്കാൻ തുടങ്ങുകയും ചെയ്തതോടെ അന്യഭാഷാ ചിത്രങ്ങളെക്കാൾ ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കാൻ നമ്മുടെ സിനിമകൾക്ക് കഴിഞ്ഞു. ഒരർത്ഥത്തിൽ ഹിന്ദിയും തമിഴും ഒക്കെ നേരിടുന്ന ശരിയായ പ്രശ്നം OTT മാർക്കറ്റ് എന്ന സേഫ്റ്റി നെറ്റ് അവരെ നല്ലതുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പൊങ്കൽ അനുബന്ധിച്ച് നെറ്റ്ഫ്ലിക്സ് ഇറക്കിയ പോസ്റ്ററുകളിൽ
ഇതുവരെ പേര് പോലും ഇട്ടിട്ടില്ലാത്ത ഷൂട്ടിംഗ് നടക്കുന്ന തമിഴ് സിനിമകൾ പോലും അവരുടെ പ്ലാറ്റ്ഫോമിൽ വരും എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുകയുണ്ടായി. 2023-ൽ 30 ദിവസത്തെ തിയേറ്റർ റൺ കഴിഞ്ഞാൽ OTTയിൽ പടം വരും എന്ന പോലെ ആയിരുന്നെങ്കിൽ ആ വർഷം തന്നെ പ്രീ റിലീസ് ബിസിനസ് നടത്താതെ റിലീസിന് ശേഷം ബിസിനസ് നടത്തി ഏതാണ്ട് 45 ദിവസങ്ങൾക്ക് ശേഷം സിനിമ OTTയിൽ വരുന്ന പോലെ മമ്മൂട്ടി കമ്പനി കണ്ണൂർ സ്ക്വാഡും കാതലും റിലീസ് ചെയ്തു. 2024 ആയപ്പോഴേക്കും പ്രീ റിലീസ് ബിസിനസ് നടത്തിയ സിനിമകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 2023 അവസാനം ഇറങ്ങിയ നേര്, പിന്നീട് വന്ന മലൈക്കോട്ടെ വാലിബൻ, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഭ്രമയുഗം, ആവേശം, ഡിസംബർ 25-ന് ഇറങ്ങി ജനുവരി 22-ന് സ്ട്രീം ചെയ്യാൻ തുടങ്ങിയ ബാറോസ്, ഇത്രയും സിനിമകൾ മാത്രമാണ് പ്രീ റിലീസ് ബിസിനസ് ഉറപ്പിച്ചതിന് ശേഷം റിലീസ് ചെയ്തത്. കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ച പല സിനിമകളും റിലീസിന് ശേഷം കോണ്ടന്റിന്റെ ഗുണം കൊണ്ട് OTT ബിസിനസ് നടത്തിയ സിനിമകളാണ്. ഇനി ഇപ്പോഴത്തെ ചൂടൻ ടോപ്പിക്കായ തുടരും എന്ന സിനിമയുടെ കാര്യത്തിലേക്ക് വന്നാൽ, സാമ്പത്തികമായി സിനിമയെ സേഫ് ആക്കുക എന്നത് നിർമ്മാതാവിന് ചിന്തിക്കാൻ എല്ലാ റൈറ്റുമുള്ള ഒരു കാര്യമാണ്. റിലീസിന് മുന്നോടിയായി OTT ബിസിനസ് നടത്തുക എന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. കോവിഡാനന്തര പ്രീ റിലീസ് ബിസിനസ് നോക്കിയാൽ നേരൊഴികെ ബാക്കി എല്ലാ സിനിമകളും നിരാശപ്പെടുത്തിയിട്ടും മോഹൻലാലിന്റെ എല്ലാ സിനിമകൾക്കും പ്രീ റിലീസ് ബിസിനസ് നടന്നിട്ടുണ്ടെന്നിരിക്കെ അത്രയും വലിയൊരു താരത്തെ വെച്ച് സിനിമ ചെയ്ത നിർമ്മാതാവ് പ്രീ റിലീസ് ബിസിനസ് നോക്കാതെ പടം ഇറക്കണമെന്ന് പറയുന്നതിൽ വലിയ യുക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്താണ് തുടരും എന്ന സിനിമയുടെ റിലീസിനെ പിന്നോട്ട് വലിക്കുന്നത് എന്ന് വ്യക്തമായി ആരും പുറത്തു പറഞ്ഞിട്ടില്ല. എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ശ്രീധർ പിള്ളൈ അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറഞ്ഞത്, "The reason is that producers are still in talk with OTT players and deal will only take place only next quarter." ഇതും തരുൺ മൂർത്തിയുടെ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞതും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ലബ്ബർ പന്ത് സിനാരിയോയും കൂട്ടി വായിക്കുമ്പോൾ രണ്ട് സാധ്യതകളാണ് കാണുന്നത്. ഒന്ന്, സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ്. മലയാള സിനിമകൾ അക്വയർ ചെയ്യാൻ പ്ലാറ്റ്ഫോമുകൾക്ക് അനുവദിക്കാൻ സാധ്യതയുള്ള തുക എന്തായാലും കുറഞ്ഞു കാണും. ഈ ക്വാർട്ടറിൽ സിനിമ വാങ്ങാൻ ഒരുപക്ഷെ നിർമ്മാതാവ് ആവശ്യപ്പെട്ട തുക പ്ലാറ്റ്ഫോമുകൾക്ക് കൊടുക്കാൻ ഉണ്ടാകില്ല. അതിനാൽ അവർ അടുത്ത ക്വാർട്ടറിൽ നോക്കാം എന്ന് പറഞ്ഞു കാണും. രണ്ടാമത്തത്, ഈ ക്വാർട്ടറിൽ ഇങ്ങനെയൊരു പടം അവർക്ക് പ്ലേസ് ചെയ്യാൻ സ്ഥലം കാണില്ല. ജനുവരി 30-ന് പടം തിയേറ്ററിൽ റിലീസ് ചെയ്താൽ നോമ്പ് കാലത്ത് പടം OTTയിൽ ഇറക്കേണ്ടി വരും. ഒരു മോഹൻലാൽ ചിത്രം നല്ലൊരു ഫെസ്റ്റിവൽ ഡേറ്റിൽ അല്ലെങ്കിൽ ആളുകൾ കാണാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ലോട്ടിൽ ഇറക്കാനാകും അവരും താല്പര്യപ്പെടുക. നിർമ്മാതാവ് ആഗ്രഹിക്കുന്ന ഒരു തുക ലഭിക്കണമെങ്കിൽ ഒരുപക്ഷെ OTT പ്ലാറ്റ്ഫോം പറയുന്ന ഡേറ്റിന് ഒരു മാസം മുന്നേ പടം റിലീസ് ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ സിനിമ മെയ് മാസത്തിലോ ജൂണിലോ ആകും ഇറങ്ങുക. മറ്റ് താരങ്ങൾ സിനിമകൾ OTT ഡീലിന് കാത്തിരിക്കാതെ ഇറക്കുന്നില്ലേ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നും. ഇത് പൂർണ്ണമായും നിർമ്മാതാവിന്റെ കോളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ എന്ന നടന്റെ എല്ലാ സിനിമകൾക്കും പ്രീ റിലീസ് ബിസിനസ് നടക്കുമ്പോൾ അതിന്റെ ഉറപ്പിൽ അദ്ദേഹത്തിന് പണം നൽകി സിനിമ എടുത്ത നിർമ്മാതാവിന് OTT ബിസിനസ് നടന്നിട്ടേ സിനിമ ഇറക്കാൻ പറ്റുകയുള്ളൂ എന്ന തീരുമാനം എടുക്കാം. 10 കോടിയിൽ താഴെയെ വലിയ മലയാളം സിനിമകൾക്ക് പോലും ഇനി OTT റൈറ്റ്സ് കിട്ടുകയുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിലായി കേട്ടത്. നെറ്റ്ഫ്ലിക്സ് പോലത്തെ വലിയ പ്ലാറ്റ്ഫോമുകൾക്ക് മാസത്തിൽ ഒരു മലയാളം പടം മതി. ഹോട്ട്സ്റ്റാർ, പ്രൈം, സോണി ലിവ് എന്നിവയിലേക്ക് നോക്കിയാലും ഒരുപാട് മലയാള സിനിമകൾ അവർ എടുക്കുന്നില്ല. വളരെ വൈകി പ്രൈമിൽ വരുന്ന പല വലിയ സിനിമകളും ഹൈബ്രിഡ്, പേപ്പർ വ്യൂ മോഡലുകളിലാണ് ആ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യപ്പെടുന്നത്. ചെറിയ സിനിമകളും ഈ മാർഗം തുടരുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ കാര്യമായി മെനക്കെടേണ്ട കാര്യമില്ല. OTT പ്ലാറ്റ്ഫോമുകൾ ഔട്ട്റൈറ്റ് വാങ്ങി സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ അവരുടെ ഔദ്യോഗിക പേജിലും അവരോട് സെർവർ സ്പേസ് വാങ്ങി പേപ്പർ വ്യൂവിൽ ഇറക്കുന്ന സിനിമകൾ സിനിമ ഉണ്ടാക്കിയവരുടെ പേജിലുമാവും പ്രൊമോട്ട് ചെയ്യപ്പെടുക. തിയേറ്ററിൽ പരാജയപ്പെട്ട ചില സിനിമകൾ OTTയിൽ ഇറങ്ങുമ്പോൾ ഗംഭീരമാകുന്നതിൻ്റെ ഒരു കാരണം ഇതുകൂടിയാണ്. ആളുകൾ കണ്ടാലേ അവർക്ക് പണം ലഭിക്കൂ. എത്ര വലിയ താരമുണ്ടെങ്കിലും OTT പ്ലാറ്റ്ഫോമുകൾ അവരുടേതായ രീതിയിലെ നീങ്ങൂ എന്ന യാഥാർത്ഥ്യം നിർമ്മാതാക്കൾക്ക് മനസ്സിലാകാൻ തുടരും എന്ന സിനിമ നേരിട്ട ഈ പ്രതിസന്ധി പാഠമാകട്ടെ. OTT മാർക്കറ്റ് സിനിമയുടെ മൊത്തം ചെലവിന്റെ ഒരു ചെറിയ ശതമാനം മാത്രം തിരിച്ചുപിടിക്കാനുള്ള റവന്യൂ സ്ട്രീമായി മാറി എന്നത് സിനിമ ഉണ്ടാക്കുന്നവരും പ്രതിഫലം ഉയർത്തുന്ന താരങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ റിലീസ് മാറ്റിവെച്ചതിന് കയറുപൊട്ടിക്കുന്നവരോടാണ്. ഏറെ പ്രതീക്ഷകളുള്ള എമ്പുരാനിൽ തുടങ്ങി വർഷത്തിന്റെ പകുതിയിൽ തുടരും വന്ന് വർഷാവസാനം സത്യനന്ദിക്കാട് ചിത്രവും വരുന്നതല്ലേ. വർഷത്തിന്റെ തുടക്കത്തിലെ 2 സിനിമകൾ വന്നതിന് ശേഷം പിന്നെ ലാലേട്ടന്റെ ഒരു സിനിമ കാണാൻ മാസങ്ങളോളം കാത്തിരിക്കുന്നതിലും നല്ലത്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരുമെന്നും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്